ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. പാർക്കിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടിയ സിനിമയായിരുന്നു പാർക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അടുത്തൊരു മലയാള സിനിമയാണ്. പടച്ചോന്റെ കഥകൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 4 കഥകൾ അടങ്ങിയ ഒരു സിനിമയാണ്. ഓറഞ്ച് മീഡിയ എന്ന യൂട്യൂബ് ചാനലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. ഒന്നാമത്തെ സിനിമ ഹൈ നാന എന്ന സിനിമയാണ്. ജനുവരി മാസം 4-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജനുവരി മാസം 2-ാമത്തെ ആഴ്ച റിലീസ് ചെയ്യുന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കുറച്ച് നേരത്തെ, ഒരാഴ്ച നേരത്തെ ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യുന്നത്. നാനിയുടെ നല്ലൊരു അഭിപ്രായം നേടിയ സിനിമയാണ് ഈ ഒരു സിനിമ. രണ്ടാമത്തെ സിനിമ കാതൽ എന്ന് പറഞ്ഞ സിനിമയാണ്. കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് OTT റിലീസ് ഇനിയും വൈകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനുവരിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിരുന്നതെങ്കിലും ചിലപ്പോൾ ജിയോ സിനിമയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. ഒഫീഷ്യൽ അപ്ഡേറ്റ് വരട്ടെ, വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് നാളെ 31-ാം തീയതിയാണ്. ഡിസംബർ മാസം 31-ാം തീയതിയാണ്. പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ചിലപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണ് ടൈഗർ 3 എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ സൽമാൻ ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്യുക സ്പൈ യൂണിവേഴ്സിൽ വരുന്ന സിനിമയായിരുന്നു ടൈഗർ 3 എന്ന സിനിമ. ഈ ഒരു സിനിമ 31-ാം തീയതി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിൽ സർപ്രൈസിൽ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ട്രാക്കേഴ്സൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഒരു സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. ടൈഗർ 3 ആയിരിക്കാം ചിലപ്പോൾ റാഹേൽ മഹൻ ഗോര എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ സിനിമയെ സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 29-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരുന്നു ആദ്യം ട്രാക്കേഴ്സൊക്കെ എന്താ പറയുക അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സർപ്രൈസ് റിലീസ് ചിലപ്പോൾ 31-ാം തീയതി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ചിലപ്പോൾ റാഹേൽ മഹൻ ഗോര എന്ന സിനിമയാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് സലാർ എന്ന് പറഞ്ഞ സിനിമ. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് നമ്മുടെ പ്രഭാസും പൃഥ്വിരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ, മാസ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു സലാർ എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ 500 കോടിക്കൊക്കെ മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമയായിട്ട് ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 ആഴ്ചകൾക്ക് ശേഷം, തിയേറ്റർ റിലീസ് ചെയ്ത് 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ OTT റിലീസ് ചെയ്യൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് അല്ല, ഒരു പോസ്റ്ററുകൾ ഇങ്ങനെ വന്നുകൊണ്ട് കളിക്കുക. നെറ്റ്ഫ്ലിക്സിൽ ജനുവരി മാസം 12-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസ് ആവാനാണ് ചാൻസ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അപ്ഡേറ്റ് എവിടെയും കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 8 ആഴ്ചകൾക്ക് ശേഷം മാത്രം, അതായത് ഈ ജനുവരി മാസങ്ങൾക്ക് ശേഷം ഫെബ്രുവരിയിലോ ആയിരിക്കും മിക്കവാറും ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുക. തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ. തിയേറ്റർ സ്റ്റഫ് തന്നെയാണ് ഈ ഒരു സിനിമ, സലാർ എന്ന് പറഞ്ഞ സിനിമ. അടുത്തത് ഡുങ്കി എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ SRKയുടെ ഷാറൂഖ് ഖാൻ്റെ സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, വിജയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 350 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ്, ഒരു ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ജിയോ സിനിമയാണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് ജിയോ സിനിമയിൽ ജനുവരി മാസം 1-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫേക്കാണ്. ഫെബ്രുവരി മാസത്തിലൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒരു സർപ്രൈസ് ആയിട്ടൊക്കെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്തുകൂടായികയില്ല, പറയാൻ പറ്റില്ല. പക്ഷേ സാധ്യത വളരെ കുറവാണ്. ഒരു 10% സാധ്യത, 10% ഒരു 5% സാധ്യതയൊക്കെ ഉള്ളൂ അങ്ങനെ വരാനുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷ ആശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ സാപ്പ് മീഡിയ മലയാളത്തിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ പേരിലും
പുതുവത്സരാശംസകൾ നേരെയാണ്. പിന്നെ എൻ്റെ സാപ്പ് മീഡിയ മലയാളം എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക, നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. സിനിമകളെക്കുറിച്ചും അതുപോലെ തന്നെ സീരീസുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ചകൾ ചെയ്യാം. പിന്നെ കുറേ ആൾക്കാരുണ്ട് അതിൽ. ആ ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ സിനിമ സംബന്ധമായിട്ട് അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.